സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരും. മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, ഏറ്റവും ഒടുവിലായി വന്ന അലർട്ട് പ്രകാരവും നിലവിൽ ജില്ലകൾക്ക് നൽകിയിരിക്കുന്ന മറ്റു മുന്നറിയിപ്പുകളിലൊന്നും മാറ്റമില്ല. 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായും കാവ്യ, 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. നമ്മൾ ഈ തലസ്ഥാനത്തും കാര്യമായ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. നേരിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു നേരിയ മഴ ലഭിക്കുന്നുണ്ട്. അതേ തീവ്രതയിൽ തന്നെയാണ് മഴ തുടരുന്നത്. കാര്യമായ രീതിയിൽ വെള്ളക്കെട്ട് പോലുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴുള്ളത് തേക്കുംമൂട് ബണ്ട് കോളനി റോഡിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അതിശക്തമായ അതിതീവ്ര മഴയായിരുന്നു 2 ദിവസങ്ങളിൽ ലഭിച്ചിരുന്നത്. ആ സമയങ്ങളിലൊന്നും ഇവിടെ ഒരു വെള്ളക്കെട്ട് പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യമായ രീതിയിലുള്ള അധികൃതരുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോവാത്തത് എന്നാണ് നാട്ടുകാരോട് പ്രതികരിച്ചപ്പോഴും അറിയാൻ സാധിച്ചത്. നിലവിലിപ്പോൾ MLA VK പ്രശാന്ത് സ്ഥലം സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ട്. നമുക്ക് MLA യോട് ചോദിച്ചറിയാം, ഇപ്പോൾ ഈ വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തത്. കാര്യമായ രീതിയിൽ തന്നെയല്ലേ അധികൃതർ പ്രവർത്തിച്ചത്? അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ 1.5 വർഷക്കാലം നിരന്തരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ലാത്ത നിലയിലുള്ള വലിയ മഴയാണ് പെയ്യുന്നത്. സാധാരണ പ്രളയ സമയത്ത് പോലും നമുക്ക് ഏതാണ്ട് 160 mm മഴയാണ് പെയ്തത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ 2 മാസം മുമ്പ് 220 mm മഴ രേഖപ്പെടുത്തി. അത് ഏതാണ്ട് 185 മഴ രേഖപ്പെടുത്തി. ഇന്നലെ പെയ്ത മഴ ഏതാണ്ട് 220 mm ആണ്. അപ്പോൾ ഇത്രയും തീവ്രമായിട്ടുള്ള മഴ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് പെയ്യുന്നത്. അപ്പോൾ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ പട്ടംതോടിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ തിട്ടകളും വാഴ കൃഷി അടക്കത്തിനകത്തുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തി. ഒപ്പം തന്നെ ആമയിഴഞ്ചാൻ തോടിലും അതുപോലെ തന്നെ ഉള്ളൂർ തോടിലുമുള്ള തടസ്സങ്ങൾ മാറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോസ്മോ പ്രദേശം, അതുപോലെ തന്നെ മുറിഞ്ഞപാലം, തേക്കുംമൂട്, കൊടിവയൽ, ഗൗരീശപട്ടം, കണ്ണമ്മൂല, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ മഴയത്ത് ഏറ്റവും വാർത്തകൾ ശ്രദ്ധ പിടിച്ച സ്ഥലങ്ങൾ. അവിടെയൊന്നും ഇപ്പോൾ വെള്ളപ്പൊക്കമില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ ക്ലീനിങ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത്. ഒപ്പം തന്നെ ആമയിഴഞ്ചാൻ തോടിലെ ജലമൊഴുക്ക് സുഗമാക്കിയിട്ടുണ്ട്. വേളി പൊഴി കൃത്യസമയത്ത് തന്നെ മുറിക്കാനും സാധിച്ചു. അപ്പോൾ അതുവഴി വെള്ളം പെട്ടെന്ന് വാർന്നു പോവുകയാണ്. പിന്നെ സ്വാഭാവികമായും അതിതീവ്ര മഴ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും 1 മണിക്കൂർ എടുക്കും ആ വെള്ളം വാർന്നു പോകുന്നതിന്. ആ ഒരു സമയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവിൽ ഇറിഗേഷൻ വകുപ്പും PWD വകുപ്പും നഗരസഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരത്തിന് ഗുണകരമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം. കാരണം ഇപ്പോൾ ഈ ഒഴുക്കിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും മാലിന്യം വരും. ചില പാലങ്ങൾക്കടിയിലും പൈപ്പിൻ്റെ അടിയിലുമൊക്കെ മാലിന്യം വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി സമയബന്ധിതമായി മാറ്റിക്കൊടുത്താൽ ജലമൊഴുക്ക് സുഗമമാകും. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും സാധിക്കും. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അധികൃതർ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വ്യക്തമാകും ദൃശ്യങ്ങളിലൂടെ. കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഈ ഗൗരീശപട്ടം, അതോടൊപ്പം തന്നെ ഉള്ളൂർ പോലുള്ള ഭാഗങ്ങളും ഈ തേക്കുംമൂട് ബണ്ട് കോളനി റോഡ്, ഇവിടെയൊക്കെയും വെള്ളം കയറി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യമായ രീതിയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വേണ്ട നടപടികൾ മറ്റിടങ്ങളിലും ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 വർഷമായി സർക്കാർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഈ നഗരത്തിലും തിരുവനന്തപുരം ജില്ലയിലും റിപ്പോർട്ട് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ എവിടെയൊക്കെയാണോ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് അവിടേക്കുള്ള പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ തന്നെ നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാരും നഗരസഭയും ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ വീടുകളിൽ ഉള്ള ആളുകളോട് ചോദിച്ചാലും നമുക്ക് വ്യക്തമാകും. കഴിഞ്ഞ വർഷങ്ങളൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അത് ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പ്രാവശ്യം ഇല്ലായിരുന്നു. കാര്യമായ രീതിയിലുള്ള ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയല്ലേ? അതെ, അതുകൊണ്ട് തന്നെ. അല്ലെങ്കിലും പ്രശാന്ത് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മൾ പലയിടത്തുനിന്നും അറിയുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? അതെനിക്ക് തിട്ടമായിട്ട് അറിയില്ല കേട്ടോ. എല്ലാം പണ്ട് ഗുണ്ടകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. എല്ലാമൊക്കെ പോയി തെറ്റിയും തെറിച്ചുമൊക്കെ ഉള്ള കുടുംബം ഇപ്പോൾ ഇവിടെ ഉള്ളൂ. കൂടുതൽ താഴെയാണ്.
ഏതായാലും കാവ്യ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണത്തിലും വ്യക്തമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നഗരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നുള്ള ചില വാർത്തകളൊക്കെയും വരുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ രീതിയിലൊന്നുമല്ല വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെയും 1.5 മണിക്കൂർ നീളുന്ന പ്രവർത്തനത്തിൻ്റെ ശ്രമമായിട്ടാണ് ആ ഒരു വെള്ളക്കെട്ട് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറ്. എന്നാൽ ചിലയിടങ്ങളിൽ ഇത്തവണ വെള്ളം കയറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. ഇപ്പോൾ 10 മണിയോട് വന്ന മുന്നറിയിപ്പിലും നിലവിലുള്ള അലർട്ട് തന്നെ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 3 ജില്ലകളിൽ റെഡ് അലർട്ട്, ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. അതോടൊപ്പം തന്നെ വടക്കൻ ജില്ലകളിൽ മഴ സജീവമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തെക്ക് ഭാഗത്തുള്ള മധ്യ തെക്കൻ ഭാഗത്തുള്ള ജില്ലകളിലായിരുന്നു മഴ ലഭിച്ചിരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഒപ്പം തീരപ്രദേശത്ത് താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഈ രാത്രി യാത്രകൾക്കും ഒപ്പം മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുകയാണ്. ശരി, മാനസിയാണ് വിവരങ്ങൾ നൽകിയത്.